നമസ്കാരം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച നവകേരള സദസ്സ് രക്ഷാപ്രവർത്തന കേസിൽ കോടതി വിധി ചൊവ്വാഴ്ച പുറപ്പെടുവിക്കും. യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ ക്രൂരമായി തല്ലിച്ചതച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് സെഷൻസ് കോടതി വിധി പറയാൻ മാറ്റിയത്. വധശ്രമക്കുറ്റമടക്കം ചുമത്തപ്പെട്ട പ്രതികളായ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജാമ്യം ലഭിക്കുമെന്ന കടുത്ത പ്രതീക്ഷയിലാണ്. എന്നാൽ കേസിനെ നടുക്കുന്ന തരത്തിൽ ADGP MR അജിത് കുമാറിന്റെ ഓഫീസിൽ വെച്ച് അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയെന്ന ഗുരുതര വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻപ് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച കൃത്യവും വസ്തുതാപരവുമായ റിപ്പോർട്ട് ADGPയുടെ ഓഫീസിൽ വെച്ച് തിരുത്തിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ മാത്രമാണ് ലഭ്യമായതെന്ന രീതിയിലാണ് റഫർ റിപ്പോർട്ടിൽ ADGP ഓഫീസ് തിരുത്തലുകൾ വരുത്തിയത്. ഫോട്ടോഗ്രാഫർ സംഭവസ്ഥലത്തെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് എഴുതിച്ചേർത്ത റിപ്പോർട്ടിൽ പക്ഷേ മർദ്ദനത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല. മർദ്ദിക്കുന്ന മറ്റ് ചാനൽ ദൃശ്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ റഫർ റിപ്പോർട്ടിൽ നിന്നും ബോധപൂർവം ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ പോലീസ് ഫോട്ടോഗ്രാഫറുടെ യഥാർത്ഥ മൊഴി പ്രകാരം താൻ മർദ്ദന ദൃശ്യങ്ങൾ പകർത്തിയിട്ടില്ല എന്നും സംഭവം അവസാനിച്ച ശേഷമാണ് അവിടെ എത്തിയതെന്നുമാണ് വ്യക്തമാകുന്നത്. ഇതോടെ ADGPക്ക് മേൽ നിയമ നടപടികളുടെ വാൾ തൂങ്ങുകയാണ്. കോടതിയിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായാണ് വാദിഭാഗം എതിർത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ സംഘം അന്ന് കാട്ടിയത് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയായിരുന്നുവെന്ന് വാദിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയ ശേഷം സുരക്ഷാ സംഘത്തിന്റെ വാഹനം അവിടെ നിർത്തേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഉദ്യോഗസ്ഥർ വാഹനം നിർത്തിയിറങ്ങി പ്രതിഷേധക്കാരെ ക്രൂരമായി മർദ്ദിച്ചതെന്നും വാദിഭാഗം വാദിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ പ്രകോപനവും ഉണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് അവർ ചെയ്തത്. യൂത്ത് കോൺഗ്രസ് എന്ന് കേട്ടാൽ മുഖ്യമന്ത്രി അത്രമേൽ പേടിക്കുമോ എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചോദിച്ചു. ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നതായി ദൃശ്യങ്ങൾ ഒരിടത്ത് കാണുന്നില്ലെന്നും പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്ന പ്രതിഷേധക്കാരെ ബോധപൂർവം ആക്രമിക്കുകയായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരെന്നും വാദിഭാഗം സമർത്ഥിച്ചു. മർദ്ദനത്തിന് ഉപയോഗിച്ച നീളൻ ലാത്തിയെപ്പറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഗുരുതരമായ സംശയങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധാരണഗതിയിൽ ഒരു തോക്കും ബാഗും മാത്രമാണ് നൽകാറുള്ളതെന്നും ലാത്തികൾ നൽകാറില്ലെന്നും വാദിഭാഗം ചൂണ്ടിക്കാട്ടി. അങ്ങനെയെങ്കിൽ മർദ്ദനത്തിന് ഉപയോഗിച്ച ഈ നീളൻ ലാത്തി പോലീസിൽ നിന്നും നൽകിയതല്ലെന്ന് വ്യക്തമാണ്. ഈ വടി എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണം. യൂത്ത് കോൺഗ്രസ് നേതാവ് AD തോമസിന്റെ തലയിൽ ഈ ലാത്തി കൊണ്ട് ശക്തമായി അടിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. തലയിൽ ഗുരുതരമായി മുറിവേറ്റതായും തുന്നലുകൾ വേണ്ടിവന്നതായും മെഡിക്കൽ സർട്ടിഫിക്കറ്റും തെളിയിക്കുന്നതാണ്. അടിച്ച രീതി, അടിയുടെ ശക്തി, ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ലക്ഷ്യം വെച്ചത് എന്നിവയെല്ലാം കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഒരടി കൊണ്ട് സുരക്ഷാ ജീവനക്കാർ നിർത്തിയില്ല. തലക്കടക്കം തുടരെ ജീവാപായം ഉണ്ടാകുന്ന വിധത്തിലാണ് മർദ്ദിച്ചതെന്ന നിഗമനത്തെ ഫോറൻസിക് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും പൂർണ്ണമായും ശരിവെക്കുന്നുണ്ട്. വാദപ്രതിവാദങ്ങൾക്കിടയിൽ വധശ്രമ കുറ്റം ചുമത്തിയ SITയുടെ നടപടിയെ കോടതി ചോദ്യം ചെയ്തു. ഇത് സാഹചര്യങ്ങൾക്കിടയിൽ ഉണ്ടായ പെട്ടെന്നുള്ളൊരു പ്രതികരണമല്ലേ എന്ന് കോടതി ചോദിച്ചു. സാഹചര്യം നിയന്ത്രിക്കാൻ വേണ്ടിയായിരുന്നു മർദ്ദനമെന്നും കൃത്യനിർവഹണത്തിനപ്പുറമായി സുരക്ഷാ ജീവനക്കാർ എന്തെങ്കിലും ചെയ്തു എന്നുമാണ് ചാർജെന്നും കോടതി നിരീക്ഷിച്ചു.